നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കരുവന്നൂരിലെ ഇഡി നടപടികൾ തുടക്കം മാത്രമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹം. കരുവന്നൂരിൽ നിന്ന് മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നും ശരിയായ നടപടിയുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ. പാലക്കാട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഴുപ്പലക്കൽ വീണ്ടും തെരുവിലേക്ക്. ഡിസിസി പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മതിലിലും പരിസരങ്ങളിലും. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗ്രൂപ്പ് ഭിന്നത പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മന്ദഗതിയിലെന്ന് പരാതി. സർവീസ് റോഡിന്റെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ ബിജെപി പ്രാദേശിക നേതൃത്വം. കേരളശ്ശേരി മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെമ്പോട്ടി പാലം തകർച്ചയിൽ. പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ബിജെപി കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി. വിദേശ മദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിതരണത്തിന് സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് 3.25 കോടിയുടെ തട്ടിപ്പ്. 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. നടപടി വാവന്നൂർ സ്വദേശിയുടെ പരാതിയിൽ. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകും. ആനയെ മയക്കുവെടിവച്ചു. മയക്കുവെടിയേറ്റ കാട്ടാന വനപാലകരുടെ നിരീക്ഷണത്തിൽ. വാർത്തകൾ വിശദമായി. കരുവന്നൂരിലെ ഇഡി നടപടികൾ തുടക്കം മാത്രമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹമാണ്. കരുവന്നൂരിൽ നിന്നും മറ്റ് ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നും ശരിയായ നടപടിയുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കരുവന്നൂരിലെ നടപടികൾ ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള നിരന്തരമായ ഒരു നീക്കം തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്ത ഭരണപ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന കൊള്ളക്കെതിരായിട്ടുള്ള വലിയൊരു പരിശ്രമം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതെല്ലാം ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പല ചോദ്യങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഉത്തരം പറയേണ്ടതായി വരുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വാടാനംകുറിശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിലെ മന്ദഗതിക്കും സർവീസ് റോഡിന്റെ തകർച്ചയ്ക്കുമെതിരെ ബിജെപി പ്രതിഷേധം. പട്ടാമ്പി എംഎൽഎയുടെ കഴിവുകേട് ആരോപിച്ച് പ്രദേശത്ത് ബിജെപി പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണിത സർവീസ് റോഡ് തകർച്ചയിലായത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഞായറാഴ്ച ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ ബിജെപി പ്രാദേശിക നേതൃത്വവും പ്രതിഷേധ സമരവുമായി രംഗത്തുവന്നു. പട്ടാമ്പി എംഎൽഎയും ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണാധികാരികളും അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്ന് വാടാനംകുറിശിയിലെ ബിജെപി 142 ബൂത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശ്രീനാരായണ പരിസരത്ത് നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രതിഷേധ യോഗം ബിജെപി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏത് യോഗത്തിലും സംസാരിക്കുന്ന സമയത്ത് ഈ മേൽപ്പാലം എന്ന് പറയുന്നത് ഞാനാണ് കൊണ്ടുവന്നത്, ഈ മേൽപ്പാലത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ മേൽപ്പാലത്തിന് റെയിൽവേ വകുപ്പ് കൃത്യമായിട്ട് സമയാസമയത്ത് ഫണ്ട് അനുവദിച്ചിട്ടും ഈ മേൽപ്പാലത്തിന്റെ കൃത്യമായിട്ടുള്ള ആ നിർമ്മാണം സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ പട്ടാമ്പിയുടെ എംഎൽഎ മുഹമ്മദ് മുഹസിൻ ഒരു പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന രീതിയിലാണ് ഈ വാടാനംകുറിശിയിലെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിജെപി പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ആർ സി ബാബു, മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിദാസ്, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ ശങ്കുരാജ്, രതീഷ്, പ്രസാദ് ബാബു, ഷരുൺ, സത്യരാജ് എന്നിവർ നേതൃത്വം നൽകി. റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്ന് ബിജെപി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സർവീസ് റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ബിജെപി പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കേരളശ്ശേരി മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെമ്പോട്ടി പാറ പാലം തകർച്ചയിൽ ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പാലത്തിന്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികളായില്ല. തോട്ടുപാലത്തിന്റെ അടിഭാഗം തകർച്ചയിലാണ്. കല്ലുകൾ അടർന്നു വീണ് താഴെ കിടപ്പുണ്ട്. പാലത്തിന്റെ മേൽഭാഗത്തും ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ വെള്ളം തോട്ടിലൂടെ ഒഴുകിയെത്തിയാൽ പാലം നിലംപൊത്തും. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി വന്നാലും അപകടം ഉറപ്പാണ്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് സാധ്യത ഏറെയാണ്. അടിപ്പാലം കരിങ്കല്ലുകൾ തകർന്നും കിടപ്പുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ചെമ്പോട്ടിപ്പാറ എന്ന പാലം വളരെ കാലമായിട്ട് മുന്നിൽ നിർമ്മിച്ചൊരു പാലമാണ്. ആ പാലം ഇപ്പോൾ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ പല ഒപ്പിക്കൽ പണി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഉപകാരപ്പെടാണ്ട് ഇപ്പോൾ നിലവിൽ ആ പാലത്തിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞിറക്കുകയാണ്. അപ്പോൾ അത് നേരാക്കുകയാണെങ്കിൽ നിലവിൽ ചെറിയൊരു ബഡ്ജറ്റിൽ പറ്റാവുന്നൊരു കാര്യമുള്ളൂ. പക്ഷെ അത് പഞ്ചായത്ത് കമ്മിറ്റി ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി നമ്മുടെ പഞ്ചായത്തിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ അറിയിക്കുകയും പരാതി കൊടുത്തിട്ടുണ്ട്. രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. അപ്പോൾ പരാതി കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ആ പരാതി കൊടുത്തതിൻ്റെ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൻ്റെ മേലെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം, അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഈ പാലം നേരാക്കാനും ഇത് അതിൻ്റേതായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നും, ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നതും സ്കൂളുകൾ മറ്റു പരിസരവാസികൾ എല്ലാവർക്കും ഇതൊരു രണ്ട് പഞ്ചായത്തിനും കൂടി ബന്ധിക്കുന്ന ഒരു പാലമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഴുപ്പലക്കൽ വീണ്ടും തെരുവിലേക്ക്. DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ DCC ഓഫീസ് മതിലിലും പരിസരങ്ങളിലും പോസ്റ്റർ പതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുണ്ടായ വഴക്കാണ് വീണ്ടും തെരുവിലേക്കെത്തിയത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ഗ്രൂപ്പ് പോര് വീണ്ടും തെരുവിലേക്ക് എത്തിയത്. DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെയാണ് ഒരു വിഭാഗം വ്യാപകമായി രംഗത്തുള്ളത്. പ്രസിഡന്റിനെതിരെ DCC ഓഫീസ് മതിലിലും പരിസരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ രൂപം കൊണ്ട ഗ്രൂപ്പ് വഴക്കാണ് വീണ്ടും തെരുവിലേക്കെത്തിയത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയത്ത് DCC പ്രസിഡന്റ് ഇടപെട്ട് പരിഹാരമാർഗം കണ്ടില്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും DCC പ്രസിഡന്റിനെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ DCC യോഗത്തിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഒരംഗം ഇക്കാര്യം ഉന്നയിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. പാലക്കാട് നിയോജക മണ്ഡലം നിലനിർത്തേണ്ടത് അനിവാര്യവും അഭിമാന പ്രശ്നവുമാണെന്നിരിക്കെയാണ് DCC പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉത്രാളിക്കാവ് പൂരത്തിനുള്ള ദേവസ്വത്തിന്റെയും ടൂറിസത്തിന്റെയും ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം. എങ്കക്കാട് ദേശത്തിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് പ്രമേയത്തിലൂടെ ഈ ആവശ്യമുന്നയിച്ചത്. വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനുമുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് എങ്കക്കാട് ദേശത്തിന്റെ 2025 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ പ്രസിഡന്റായി TP ഗിരീശനെയും ജനറൽ സെക്രട്ടറിയായി PR സുരേഷ് കുമാറിനെയും ട്രഷററായി MP പ്രമോദ് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു. പ്രമേയം ദേവസ്വം ടൂറിസം വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാവരുടെ വലിയൊരു കൂട്ടായ്മയാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടത്. ഇവിടെ കുറേ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും തർക്കിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച് നന്നായി പോകാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇത് സ്വീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണർക്കാട് കോട്ടോപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടിവെച്ചു. തിരുവിഴാംകുന്ന് ഇരട്ടവാരി കരടിയോട് ഭാഗത്താണ് സംഭവം. മയക്കുവെടിയേറ്റ കാട്ടാനയെ വനപാലകർ നിരീക്ഷിച്ചു വരികയാണ്. ഞായറാഴ്ച രാവിലെ 10:30-ക്കാണ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിനെ സ്ഥലത്തെത്തിച്ച് ആനയെ മയക്കുവെടി വെച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഈ ആന ജനവാസ മേഖലയിലുണ്ട്. രാവിലെ കരിയോട് ഭാഗത്ത് ആനയെ കണ്ട നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനപാലകരെത്തി ആനയെ നിരീക്ഷിച്ചപ്പോഴാണ് കാലിലെ പരിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. മയക്കുവെടിയേറ്റ കാട്ടാന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെത്തി നിലയുറപ്പിച്ചു. ആന മയങ്ങിയ ശേഷം ചികിത്സ നൽകി കാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നതായാണ് വിവരം.
മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ, തിരുവിഴാങ്കുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവിഴാങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ, സൈലന്റ് വാലി റേഞ്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള വനപാലകരും ദ്രുത പ്രതികരണ സേനാംഗങ്ങളും പോലീസും സ്ഥലത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദേശ മദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിതരണത്തിന് സഹായിക്കാമെന്നും പറഞ്ഞ് 3/4 കോടിയുടെ തട്ടിപ്പ്. പട്ടാമ്പിക്കടുത്ത് വാവന്നൂർ സ്വദേശിയുടെ പരാതിയിൽ 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. വിദേശ മദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിദേശ മദ്യത്തിന്റെ വിവിധ ബ്രാൻഡുകൾ കേരള ബിവറേജസ് കോർപ്പറേഷന് വിതരണം ചെയ്യാനായി അവകാശമെടുത്തു നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ പഞ്ചാബ് സ്വദേശി കരുൺ കൗറ, എറണാകുളം സ്വദേശി ശ്രീകുമാർ എന്നിവരാണ് പിടിയിലായത്. 74 ലക്ഷം രൂപയാണ് കൂറ്റനാട് തെക്കേ വാവന്നൂർ സ്വദേശി മനോജിന്റെ പക്കൽ നിന്നും പ്രതികൾ കൈപ്പറ്റിയത്. 2022 സംഭവം നടക്കുന്നത്. പിന്നീട് കരാർ പ്രകാരം ഒന്നും നടപ്പാക്കാതിരിക്കുകയും കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് മനോജ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 വർഷത്തിന് ശേഷം പ്രതികൾ പിടിയിലാകുന്നത്. കരുൺ ഡൽഹിയിൽ വെച്ചും ശ്രീകുമാർ എറണാകുളത്ത് വെച്ചുമാണ് പിടിയിലാകുന്നത്. കരുണിനെതിരെ സമാന പരാതിയിൽ 12 കേസുകളുമുണ്ട്. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. പോലീസ് SHO NB ഷൈജു, SI KP ജയരാജ്, ASI NS മണി, CPO അൻവർ സാദത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അത് അവരോടുള്ള അവകാശത്തിന് കൈവയ്ക്കായി മാറുക. എല്ലാവരും രാവിലെ പേപ്പർ വായിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭകളിൽ ഈ ഫോം ഒരിക്കൽ കൂടി നമ്മൾ വിതരണം ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ അച്ഛനിൽ ഈ സംഭവം നടത്തിയതെന്ന് ചോദിച്ചാലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് വേണം ഇന്ന് പ്രഖ്യാപിക്കാം, നാളെ വേണം നാളെ പ്രഖ്യാപിക്കാം. അതാണ് ഞാൻ പറഞ്ഞ സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും അതിന്റെ ക്ലാസ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. പഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷയായി. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരണം നടത്തി. അനിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, KV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങൾ, നിർവാഹക സമിതി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. FMPO ഒറ്റപ്പാലം ഡിവിഷൻ യാത്രയയപ്പ് സമ്മേളനം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് ഫെഡറേഷൻ ഓഫ് നാഷണൽ ഓർഗനൈസേഷൻ ഒറ്റപ്പാലം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തിയത്. INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സമരങ്ങൾ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളതിൽ പങ്കെടുത്ത ആളുകളാണ്. അതിന് INTUC ആണ് അന്നും ഇന്നും നേതൃത്വം നൽകിയത്. കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ പോലും ജീവനക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് INTUC. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല, തൊഴിലാളികൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി ഭരണം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് INTUC. അതാണ് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും അംഗസംഖ്യകളുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമായി INTUC മാറാൻ കാരണം. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് അധ്യക്ഷനായി. NUGDS അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PU മുരളീധരൻ തപാൽ വകുപ്പും ആധുനികവൽക്കരണവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ ഡിവിഷൻ സെക്രട്ടറി ഹനീഫ വിരമിച്ചവരെ ആദരിച്ചു. അസിസ്റ്റന്റ് സർക്കിൾ സെക്രട്ടറി സുരേന്ദ്രദാസ് പ്രമോഷൻ പരീക്ഷ പാസ്സായവരെ ആദരിച്ചു. NV വിനോദ് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. K ബാൽദേവ്, സുഭാഷ്, K മെഹബൂബ്, PV മുത്തു, ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ
ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC +2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രാജൻ, RG പിള്ള, ലക്ഷ്മണൻ, MK രാമചന്ദ്രൻ, V വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ സ്വാഗതവും ട്രഷറർ MC ശങ്കരൻ നന്ദിയും പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രശാന്ത്, മനോജ്, R മണി, ശ്രീജ ഹരിദാസ്, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M റംല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുപ്പുളശ്ശേരി മാളിയാട്ടെ കുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നക്ഷത്രവനം ഒരുക്കി. ചെറുപ്പുളശ്ശേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പ്രമീള ഉദ്ഘാടനം ചെയ്തു. നാൾമരങ്ങളെ പരിചയപ്പെടുത്തുക, സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യത്തോടെ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട്ടിക്കാട് രാമൻ പൂജാരിയുടെ മാളിയാട്ടുകുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിലാണ് നക്ഷത്രവനമൊരുക്കിയത്. രാമേട്ടൻ പറഞ്ഞു, രാമേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 27 തൈകൾ നടുക എന്നുള്ളത്. അതെന്തായാലും നമുക്കിവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ മരത്തൈ വെച്ച് കഴിഞ്ഞാലും ഇത് സംരക്ഷിക്കേണ്ട ചുമതലയും നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട്. തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനറും വനമിത്ര അവാർഡ് ജേതാവുമായ N അച്യുതാനന്ദനെ പരിപാടിയിൽ ആദരിച്ചു. പ്രസ്തുത പരിപാടിയിൽ അഖില കേരള പൂജാരി സമാജത്തിന്റെ പ്രവർത്തകർ പങ്കെടുത്തു. M മനോജ് മാസ്റ്റർ, C കൃഷ്ണദാസ്, TS അഖിൽ, P സുബീഷ്, ഗോവിന്ദൻകുട്ടി വീട്ടിക്കാട്, MP സുജിത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂരിലെ ED നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹം. കരുവന്നൂരിൽ നിന്ന് മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നും ശരിയായ നടപടിയുണ്ടാകുമെന്നും K സുരേന്ദ്രൻ. പാലക്കാട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഴുപ്പലക്കൽ വീണ്ടും തെരുവിലേക്ക്. DCC പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മതിലിലും പരിസരങ്ങളിലും. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗ്രൂപ്പ് ഭിന്നത പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മന്ദഗതിയിലെന്ന് പരാതി. സർവീസ് റോഡിന്റെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രാദേശിക നേതൃത്വം. കേരളശ്ശേരി മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെമ്പോട്ടി പാലം തകർച്ചയിൽ. പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി. വിദേശ മദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിതരണത്തിന് സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് 3/4 കോടിയുടെ തട്ടിപ്പ്. 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. നടപടി വാവന്നൂർ സ്വദേശിയുടെ പരാതിയിൽ. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകും. ആനയെ മയക്കുവെടിവെച്ചു. മയക്കുവെടിയേറ്റ കാട്ടാന വനപാലകരുടെ നിരീക്ഷണത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.